മുമ്പ് നമ്മുടെ വായനശാല ഞാൻ വളരെ കൊച്ചിലേ മുതലേ ഈ ഗ്രന്ഥശാലയിൽ പുസ്തകങ്ങൾ വായിക്കാൻ Thank you once again. So I don't want to take much time for you because I told you about library works in acting is very different from acting, right? That is library. Library means that this is derived from Nigeria. Person to Nigeria. ആത്മാവാണ് എഴുതിയിരിക്കുന്ന കംപ്ലീറ്റ് ആത്മാവ്. ആത്മാവിന് നമ്മുടെ ശ്വാസം, നമ്മുടെ ശ്വാസം എന്താ? You should know more, right? You should go heaven. So like that, നമ്മൾ ഇതിനെ ഒന്നും ചെയ്യാൻ പാടില്ല. നിങ്ങള് പുസ്തകങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കേട്ടു അല്ലേ? കേട്ടിട്ടില്ലാത്തൊരു ടേം നിങ്ങൾക്ക് പുതിയതായിട്ട് എന്താ കിട്ടി? ഡോഗിയ. ശ്രദ്ധിച്ചില്ലേ സാറ് പറഞ്ഞത്? ഇതാണ് നമ്മൾ വായിക്കുന്ന പുസ്തകത്തിൽ മാർക്ക് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ മടക്കി വെക്കുന്നു. ഡോഗിന്റെ ഇയർ പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് അതിന് എന്തെന്ന് പറയുന്നത്? ഡോഗ് ഇയർ എന്നൊരു ടേം ഉണ്ട് അല്ലേ? അപ്പോൾ വായനയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇപ്പോഴുള്ള കുഞ്ഞുങ്ങളെല്ലാവരും സ്ക്രീനിന് അഡിക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെപ്തിലുള്ള അറ്റ്ലീസ്റ്റ് അതിനുള്ള ഒരു പ്രചോദനം കിട്ടാറുണ്ട് വായിക്കാനായിട്ട്. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും തോന്നിയിട്ട് പുസ്തകങ്ങൾ ഇത് വായിക്കണമെന്ന് തോന്നിയില്ലേ? അത് തന്നെയാണ് അതിന്റെ ആരംഭം. വായന ഇല്ലാത്തവർക്ക് കുറച്ച് പേർക്കെങ്കിലും വായിക്കാനുള്ള ഒരു പ്രചോദനം ഇപ്പൊ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രാം വിജയിച്ചു എന്ന് നമുക്ക് പറയാം അല്ലേ? അപ്പോൾ ഈ നാളെ മുതൽ തുടങ്ങിയാലും മതി. നിങ്ങൾക്ക് എല്ലാവർക്കും വായിച്ച് നല്ല അറിവുള്ള കുഞ്ഞുങ്ങളായിട്ട് ഈ സമൂഹത്തിന് നല്ല വാഗ്ദാനങ്ങളായിട്ട് മാറാനായിട്ട് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിനോടൊപ്പം ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച ഗ്രന്ഥശാലയുടെ ഭാരവാഹികളോടുള്ള നന്ദി ഞങ്ങളുടെ സ്കൂളിൻ്റെതായ പേരിൽ രേഖപ്പെടുത്തിക്കൊള്ളും.